Hi friends, welcome to N-Style Vlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ എരിശ്ശേരി ആണ്. മത്തനും വൻപയറും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എരിശ്ശേരി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വൻപയർ 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ മെഷർമെൻറ്റ് കപ്പിലാണ് 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. 1/4 കപ്പ് വൻപയറിന് 2 ഗ്ലാസ് വെള്ളം അതുകൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വൻപയർ നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മത്തനാണ്. ഇതേപോലെ നല്ല പഴുത്ത മത്തനാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് ആ മത്തൻ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു 600 ഗ്രാം മത്തനുണ്ട്. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് ഞാൻ മത്തൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മത്തനൊന്ന് വേവിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇതാ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മത്തനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ മത്തൻ വേവും. മത്തൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വല്ലാതെ നൈസായിട്ട് അരിഞ്ഞു പോകണ്ട, ചെറിയൊരു തരിയോടുകൂടി വേണം അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തേങ്ങയും മഞ്ഞളും ജീരകവും കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ മത്തൻ വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മളിതുവരെ മുളക് പൊടി ഇതിൽ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വൻപയറാണ്. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് വൻപയർ അതുകൂടി ചേർക്കാം. വൻപയർ കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ്. ഈ മത്തനും വൻപയറൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മത്തനും വൻപയറൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പാണ്. തേങ്ങയും ജീരകവും മഞ്ഞളും ചേർത്ത് കുറച്ച് തരിയായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർക്കാം. ഈ അരപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇതൊരു സൈഡ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വേണ്ട, ചെറിയൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരും. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുക് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചെരുവിതും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട്. അതാണ് ഈ എരിശ്ശേരിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതാ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതേപോലെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഈ എരിശ്ശേരിക്കൊക്കെ വറുത്തിടുക. അപ്പോഴാണ് എരിശ്ശേരിക്ക് ആ നല്ലൊരു ടേസ്റ്റും വാസനയൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങ ചേർത്ത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കാരണം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ എരിശ്ശേരിയുടെ ടേസ്റ്റേ മാറിപ്പോൾ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇത് നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് എരിശ്ശേരിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഈ എരിശ്ശേരിയിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത സമയത്ത് ചെറിയൊരു വെള്ളം പോലെ തോന്നിയിരുന്നു. പക്ഷെ അതൊന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് തന്നെ ഇലയിൽ വിളമ്പാനുള്ള പാകത്തിൽ ഇതേപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാകത്തിന് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.